പേര്, അത് സ്വാഭാവികമായിട്ടും 2 പേര് ഞങ്ങളാണ്. സോ ബാലൻസ് 24 പേര്. അജ്മൽ, അഖില, അമൃത, അനഘ കെ എ. ഈ അനഘ കെ, നിങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടോ? കാരണം ഇതേപോലെ ഈ 2 പേരുകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നതായിട്ട് എനിക്കൊരു ഓർമ്മ ഉണ്ടോ. അനഘ 2 പേരുകൾ ഇതേപോലെ ഞാൻ സിമിലർ ആയിട്ട് ഒരേ സമയം വായിച്ച പോലെ ഒരു ഓർമ്മ വരുന്നു. അഞ്ജന, അപർണ, ഐഷ, ബാസില, ഫസ്ന, ഫെബിൻ, ഹിബ, കാവ്യ, മഞ്ജു, രേഷ്മ, സഫ്വാൻ. സോ 2-3 ബോയ്സേ ഉള്ളൂ, ബാക്കിയുള്ള ഗേൾസ് ആണ്. ഹലോ, ആരെങ്കിലും സംസാരിച്ചേ? ഒരു SR പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നല്ലോ, അദ്ദേഹമെങ്കിലും അറ്റ്ലീസ്റ്റ്. നമ്മളെ ഒരു ഇന്റർവ്യൂ സെഷൻ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതാണ്, ജനറൽ കാര്യങ്ങളാണ് സംസാരിക്കാൻ വരുന്നത്. അന്നേരം ഇങ്ങനെ മിണ്ടാതിരിക്കാനാണ് ഇന്റർവ്യൂ സെഷൻ ഇരിക്കുന്നത്. ഹലോ സാർ. സുഹൃത്തെ, ആരാണ്? അജ്മലേ? ഓക്കെ അല്ലേ? ഓക്കെ സാർ. നിങ്ങളൊക്കെ അപ്പം എക്സാം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ വരെ എത്തി നിൽക്കുന്ന ആൾക്കാരല്ലേ? യെസ് സർ. KSRD ബാങ്കിന്റെ ഇന്റർവ്യൂ വെയിറ്റ് ചെയ്യാണ്. ഇന്റർവ്യൂ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ്. സോ അന്നേരം ഇങ്ങനെ ഞാൻ ചോദിക്കും, മിണ്ടാതിരുന്നു കഴിഞ്ഞാലേ നമുക്ക് ഇന്റർവ്യൂവിന് ഒരു അർത്ഥമില്ലാണ്ട്. ഇന്റർവ്യൂ എന്ന് തന്നെ കഴിഞ്ഞാൽ പിന്നെ പേഴ്സൺ 1-to-1 കോൺവെർസേഷൻ. അവിടെ 1-to-1 അല്ല, അപ്പുറത്ത്. ഓക്കെ, 1-to-1 തന്നെയാണ് അതിനെ വിളിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ ഞാൻ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ട് ഒന്നുമല്ല. ഓക്കെ, ടെക്നിക്കൽ എക്സ്പെർട്ട് അല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആയിട്ടൊരു ബന്ധമില്ല. പക്ഷേ എന്റെ ടെക്നിക്കൽ ഫീൽഡ് വേറെയാണ്, എഞ്ചിനീയറിംഗ് സൈഡാണ്. ഓക്കെ, ബട്ട് അതല്ല. ബട്ട് ജനറൽ ആയിട്ട് ഇന്റർവ്യൂവിനെ ധാരാളം ഫേസ് ചെയ്തും ട്രെയിനിങ് കൊടുത്തും 1-2 കുറച്ച് പരിചയങ്ങൾ ഉണ്ടായത് കൊണ്ട് ജനറൽ ഇന്റർവ്യൂവിനെ പറ്റിയാണ് എനിക്കിവിടെ. കാരണം നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് സ്വാഭാവികമായിട്ടും ബാക്കി നിങ്ങളുടെ അഗ്രിഗ്രൂ ടീംസ് തരുമല്ലോ. സോ ജനറൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂക്കാരെ പറ്റിയാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ജനറൽ ഇന്റർവ്യൂ കാര്യം പറയുന്നത്? ഒരു ഇന്റർവ്യൂ പാനൽ എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ, ഇത് കേരള PCയുടെ അല്ലേ? വിസ്മയ, അജ്മലാണോ? മിണ്ടുന്നില്ല. സ്നേഹ, വിസ്മയൊക്കെ മൈക്ക് ഓണാക്കി വെച്ചിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഹലോ, അജ്മലും പോയോ? ഇല്ല, അജ്മൽ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. സാറേ, കേക്കുന്നുണ്ട്. നെറ്റ് ചെറിയ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. ബൈ ദ വേ, എന്റെ പേര് സഞ്ജു എന്നാണ്. ദയവ് ചെയ്ത് തന്നെ നിങ്ങൾ ആരും സാറിന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ പേര് വിളിക്കാം. സഞ്ജു എന്ന് വിളിക്കുന്നത് എനിക്ക് എന്റെ പേര് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് സഞ്ജു എന്ന് വിളിക്കാം. നോ പ്രോബ്ലം. സന്തോഷമേ ഉള്ളൂ. ഇൻ കേസ് ബട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ബട്ട് ഇതൊരു പ്രോപ്പർ ഇന്റർവ്യൂ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ സാറിന് വേണേൽ വിളിച്ച പ്രശ്നമുണ്ട്. ബട്ട് അല്ലാത്ത ഒരു നമ്മളിത് എന്താ പറയുന്ന ഒരു ട്രെയിനിങ് സമയത്താണെന്നുണ്ടെങ്കിൽ, ബട്ട് ട്രെയിനിങ്ങിനെക്കാട്ടി കൂടുതൽ എനിക്ക് കുറിച്ച് ഇൻപുട്സ് തരാനേ ഉള്ളൂ. സോ ഒരു മോക്ക് ഇന്റർവ്യൂ ആയിരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്നെ സാറിന് വിളിക്കാൻ തന്നെ ഞാൻ പറയത്തുള്ളൂ. ബട്ട് ഇതൊരു മോക്ക് ഇന്റർവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഇൻപുട്സ് തരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഒരു മോക്ക് ഇന്റർവ്യൂ അല്ല ഇവിടെ നടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ എന്നെ സാറിന് ഇവിടെ വിളിക്കണമെന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഞ്ജു എന്ന് വിളിക്കാൻ, നോ പ്രോബ്ലം. ഓക്കെ, സോ ബട്ട് ഒരിക്കലും ഒരു ഇന്റർവ്യൂറിന്റെ അവിടെ ചെന്ന് നിങ്ങൾ അവരുടെ പേരൊന്നും വിളിക്കരുത്. സ്വാഭാവികമായിട്ടും അത് ഒരു ഓക്കേർഡ് മൊമെന്റ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് ബട്ട് ഇവിടെ നമ്മൾ പേഴ്സണൽ കോൺവെർസേഷൻ ആയതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, സോ എനിവേ, ഇപ്പൊ എനിക്ക് ആദ്യമേ നിങ്ങളുടെ പറയണ കൺഗ്രാലേഷൻസ്. കാരണം എത്രയോ അനേകായിരം ആൾക്കാർ എഴുതിയിരുന്നതിൽ നിന്ന് വളരെ കുറച്ച് പേര് ഇന്റർവ്യൂ സെക്ഷൻ വരെ എത്തിയെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. സോ അതിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല. കാരണം എത്രയോ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. സോ അത് തന്നെ നിങ്ങളുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടെ മുന്നിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടം വരെ എത്തിയവർക്ക് തന്നെ എന്റെ കൺഗ്രാലേഷൻസ്. പിന്നെ എന്റെ കഴിഞ്ഞ ഒരു ജനറൽ ഒരു ഓറിയന്റേഷൻ സെഷനിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ പിള്ളേര്, എന്തോന്ന് ഇത്? ഇന്റർവ്യൂ ആണ് നമ്മൾ പറയാൻ. ഇന്റർവ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവസാനം ഇന്റർവ്യൂവിന്റെ അടുത്ത് ഇങ്ങനെയാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. ചോദിക്കുന്നതിന് ഉത്തരം പറയണ്ടേ? ഉത്തരം അറിയത്തില്ലെങ്കിലും എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരണ്ടേ? അതിനൊക്കെ റെസ്പോൺസ് വേണം. ഇത് ഒന്നും വിടുന്നു. ആകെ ഒരു അജ്മൽ ഗതികെട്ട് എന്തൊരു സ്കേപ്പ് ബോട്ടായിട്ട് എന്റെ ഫ്രണ്ട് വന്നു വിടുന്നുണ്ട്. അജ്മലിനെ എപ്പോഴും വിളിക്കുന്നത് ശരിയല്ല. ഗേൾസ് സൈഡിൽ നിന്നല്ല, അഖില, അക്ഷര, അനഘ, ആരെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കൂ. ഇത് മിണ്ടാതിരിക്കുന്നു. സ്നേഹ, സഫ്വാന്, അറ്റ്ലീസ്റ്റ് നിതിനോ സഫ്വാനോ ആരെങ്കിലും ഒക്കെ നമുക്ക് വളരെ കുറച്ച് സമയം
ഓക്കെ സവാൻ, താങ്ക് യു. ഇത് ബോയ്സ് സൈഡിൽ നിന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ, ഗേൾസ് ഇങ്ങനെ ഇരിക്കുന്നത്. ആകെ നിങ്ങളാണ് മെജോറിറ്റി ഇവിടെ വന്നേക്കുന്നത്. എന്നിട്ട് പക്ഷെ ആകെയുള്ള 3-4 പേരാണ് ഇപ്പൊ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. സോ അതുകൊണ്ട് സവാനെ ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് 1-2 കാര്യങ്ങൾ പറയാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഓറിയന്റേഷൻ സെഷൻ ആയിട്ട് കുറച്ച് പേർക്ക്, അത് നിങ്ങൾക്കെല്ലാവർക്കും IBPS AOFക്കാർക്ക് വേണ്ടി ഉള്ള ഒരു ഓറിയന്റേഷൻ സെഷൻ എടുത്തപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞ 2 കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെയും ബാധകമാണ്. അത് പറഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റും. കാരണം ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന എല്ലാവർക്കും ജോലി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ജോലി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? ഇതേ മിണ്ടുന്നില്ല. ഹലോ, അറ്റ്ലീസ്റ്റ് എനിക്ക് സഫാനെ പിന്നെ ബലിയാടാക്കേണ്ടി വരുന്നുണ്ട്. ഐ എം സോറി സഫാൻ, ബട്ട് സഫാനെ തോന്നുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്റെ അടുത്ത് മെസ്സേജ് ചാറ്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഒരു ലേഡി വോയിസ് വന്നിട്ടുണ്ട്. താങ്ക് യു, താങ്ക്സ് എലോട്ട് സുഹൃത്തെ. ഓക്കെ, സോ അതായത് അതാണ് നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കിട്ടണം, എല്ലാവർക്കും കിട്ടണം എന്നാണ് എനിക്കും ആഗ്രഹം. കാരണം അത്രയും നല്ലതല്ലേ, നമ്മളൊരു ഐഡിയ കൊടുക്കുന്നവർക്ക് കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ബട്ട് അത്രയും പോസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് അത് എല്ലാവരും കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാ ഓറിയന്റേഷൻ സെഷനിലായാലും ഇതേപോലെ ഇന്റർവ്യൂ സെഷനിലായാലും, ഇന്റർവ്യൂ മോക്ക് ഇന്റർവ്യൂവിനല്ല, അല്ലാതെ ഇന്റർവ്യൂവിനെ പറ്റിയുള്ള ഐഡിയ കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാതിരിക്കുന്ന ഏതൊരു സെഷനിലും ഞാൻ ആദ്യം പറയുന്നതാണ് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ഏതൊക്കെയാണ് വേണ്ടത്? റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണം. എന്തിനാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്? അതായത് തോറ്റുപോയി എന്ന് തോന്നിയാലും തിരിച്ചു വരാനുള്ള ഒരു പവറാണ് വേണ്ടത്. ഓക്കെ, അതേപോലെ രണ്ടാമത് വേണ്ടതാണ് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ +2 ഫെയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, 1, 2, 3 തോറ്റ് കഴിയുമ്പോൾ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അവിടെ വേണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും തളർന്ന് അവിടെ ഇരിക്കരുത്. കാരണം നിങ്ങൾ ഓൾറെഡി വലിയൊരു സെക്ടറിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ ആയാലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇന്റർവ്യൂ എക്സാമ്പിളായാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള നിങ്ങളൊരു എഡ്ജ് ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ട് ഒരിക്കലും ഞാൻ തോപ്പെന്ന് പറഞ്ഞു പോരുത്, അതല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇൻ കേസ് ഫെയിൽ ആയി പോയാലും തളർന്നു പോകാതെ തിരിച്ചു വരാനുള്ള ഒരു മനഃശക്തി വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓൾറെഡി കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ഇറങ്ങി ഒരു 90% പാസ് ചെയ്തവരാണ്, വെയിറ്റ് ചെയ്തവരാണ്. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്തവരായതുകൊണ്ട് തന്നെ ഒരിക്കൽ ലാസ്റ്റ് ലാപ്പിൽ പോയാലും തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. സോ ആ റെസിലിയൻസ് ഉണ്ടാവണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഇത് ജീവിതം എന്ത് അവസാനമാണ് എന്ന് വിചാരിക്കരുത്. കാരണം അങ്ങനെ അല്ല എന്ന് ഇപ്പം നമുക്കൊരു വലിയൊരു സെഷൻ ടൈമിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നിത്യജീവിതത്തിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു തരായിരുന്നു. ബട്ട് അതല്ല ഇവിടെ ലക്ഷ്യം. സോ ഇന്റർവ്യൂവിനെ പറ്റി നമുക്ക് പറഞ്ഞു വരാം. അതുകൊണ്ട് ഇത് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്ഥിരോത്സാഹം, പിന്നെ വീണാലുള്ള ചാരത്തിൽ നിന്ന് ഉയർത്തുന്ന ഫിനിക്സ് പക്ഷി എന്ന് കേൾക്കുന്നില്ല, ആ രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പും. സ്വാഭാവികമായിട്ടും മനുഷ്യനായതുകൊണ്ട് തന്നെ ഒന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ബാക്ക്വേർഡിലേക്ക് നമ്മൾ വരും, വിഷമങ്ങൾ വരും, സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ബട്ട് അത് നമ്മളെ ഓവർ റൂൾ ചെയ്യാൻ സമ്മതിക്കരുത്. ഒരു ജസ്റ്റ് കുറച്ച് നാളിൽ അതിനെ റിക്കവർ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കണം. സപ്പോസ് റിക്കവർ ചെയ്യാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്, ഈ പ്രൊഫഷണൽ അസിസ്റ്റ് നേടുകയും ചെയ്യണം. അതിനകത്തുനിന്ന് ഒരു മടി കണക്കണം. ഞാനൊക്കെ അസിസ്റ്റ് നേടിയ ആളാണ്. ഒരു തോറ്റും തോന്നിയപ്പോഴത്തേക്കും വല്ലാതെ മൈൻഡ് പോയപ്പോഴത്തേക്ക് തിരിച്ചു വരാൻ എനിക്ക് പേഴ്സണലായിട്ട് പറ്റാതെ അസിസ്റ്റൻസ് ഒക്കെ എടുത്തിരുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് സമയം ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് പറഞ്ഞു തരായിരുന്നു. ബട്ട് അതിന് ഒരു മടി നിങ്ങൾ കാണിക്കേണ്ട. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു മെഡിക്കൽ അല്ലെങ്കിൽ എക്സ്പെർട്ട് അസിസ്റ്റൻസ് എടുക്കുന്നതിൽ യാതൊരുവിധ മടിയും കാണിക്കേണ്ട. കാരണം നമ്മൾക്ക് ഇനിയും മുന്നേറാനുള്ളതാണ്. ഓക്കെ, സോ ബൈ ദ വേ ഈ ഇന്റർവ്യൂവിനെ പറ്റി പറയാനാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇന്റർവ്യൂ ഇപ്പം അല്ലാത്ത ഒരാളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് 3-4 പേരാണ്. കുറച്ച് സബ്ജക്ട് എക്സ്പെർട്ടുകൾ കാണും. അതുകൂടാതെ ഒരു ജനറൽ മെമ്പറും കാണും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പൊതുവെ ഒരു ടെക്നിക്കൽ എക്സാമിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേക്ക് ഒരു ജനറൽ ഇന്റർവ്യൂറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, കാരണം അദ്ദേഹത്തിന് നിങ്ങൾക്കൊന്നും ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കല. ലൈക്ക് മീ, ഓക്കെ, ഞാനാണ് നിങ്ങളുടെ ഇന്റർവ്യൂക്കുള്ള ബോഡിക്കകത്തുള്ള ഒരു ജനറൽ ഇന്റർവ്യൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരിക്കലും ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങളെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു വേറെ ഇന്റർവ്യൂ പറയുന്നതാണ് ഒരു എക്സാമ്പിൾ, ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒരു ഇന്റർവ്യൂവിനായിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് അധികം ചോദ്യം ചോദിക്കാനില്ല.
അതേസമയം നിങ്ങളൊരു സോയിൽ സർവേ കൺസർവേറ്റർ അങ്ങനത്തെ ഉള്ള ജനറൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ധാരാളം ചോദ്യങ്ങൾ ആസ് എ ജനറൽ കോമൺ മാൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാൻ പറ്റും. കാരണം എന്താ, ഈ അഗ്രി അല്ലെ സോയിൽ കൺസർവേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞ സാധാരണക്കാരനുമായിട്ട് വരെ നമ്മുടെ വാർത്തകളിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആവണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. സോ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കാണും, ബട്ട് ഇത് കൂടാതെ ഒരു ടെക്നിക്കൽ അറിയാത്ത ഒരു ജനറൽ ഇന്റർവ്യൂവിനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ആ വ്യക്തിയെ പറ്റിയുള്ള അയാളുടെ ചോദ്യങ്ങൾ പൊതുവെ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാമോ? കാരണം അയാൾക്ക് ടെക്നിക്കൽ സ്കിൽ അല്ല ഉള്ളത്, അയാൾക്ക് പൊതുവെയുള്ള പൊതുവിജ്ഞാനമാണ് കൂടുതലുള്ളത്. സോ പൊതുവിജ്ഞാനം കൂടുതലുള്ള ആൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതായിരിക്കും ആ പൊതുവായിട്ട് വരുന്ന പത്രങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കി ഇഷ്യൂവിനെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ നമ്മൾക്ക് അയാളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. സോ അതിനെ പറ്റി നിങ്ങളുടെ ചുറ്റുപാട് വേണ്ടായിട്ട് നിങ്ങളുടെ ഒരു നല്ലൊരു ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് പറയാം, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ജനറൽ ആയിട്ടുള്ള, അത് ടെക്നിക്കൽ ആണെങ്കിലും നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത്, കാരണം നിങ്ങൾ ഓൾറെഡി 1-2 എക്സാം കഴിഞ്ഞിട്ട് വരുന്നവരാണ്. നിങ്ങളുടെ നോളജ് ലെവൽ ഏകദേശം അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് ആ നോളജ് ലെവൽ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ അർത്ഥം എന്താ മീനിങ്ലെസ് ആണ്. ഓക്കെ, ബട്ട് കുറച്ച് അറിയുകയും വേണം. സോ അതുകൊണ്ട് കൂടുതൽ നോളജിനെക്കാട്ടി കൂടുതൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ചെക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനൽ മാർക്ക് ലിസ്റ്റ് വിട്ട് എന്ത് പബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ മതിയാണ്. സോ എന്തിനാണ് ഫേസ് ടു ഫേസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ റാദർ ദാൻ എന്താണ് പറയുന്നത്, നമ്മൾക്ക് ഈ നോളജ്, നിങ്ങളുടെ നോളജ് ലെവൽ അനലൈസ് ചെയ്യുന്നതിനെക്കാട്ടി വേണ്ടി നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇന്റർവ്യൂ. അതുകൊണ്ടാണ് 1-to-1 ഫേസ് ടു ഫേസ് ഇവിടെ നടക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ അതിനെപ്പറ്റി നിങ്ങൾ അതുകൊണ്ട് ബോധേഡായിരിക്കണം. സോ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരിക്കലും അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ടായിട്ട് ആൻസർ ഇല്ലാത്ത നേരത്തിൽ നമ്മൾ ഈ പറയും ബബ്ബെ അടിക്കരുതെന്ന് പറയത്തില്ലേ. ഓക്കെ, സോ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഐ ഡോണ്ട് നോ എന്ന് പറയണം. ഐ ഡോണ്ട് നോ ചില സമയത്ത് ഒരു എംബാരസിംഗ് മൊമെന്റ് ആണ്, അദ്ദേഹം പറയാം. അല്ലാതെ ജനറൽ കേസിൽ ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന ഒരു എംബാരസിംഗ് മൊമെന്റ് അല്ല, അതൊരു നല്ല ആൻസർ ആണ്. കാരണം ലോകത്തുള്ള എല്ലാം അറിഞ്ഞിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് ആ ഇന്റർവ്യൂവിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഐഡോയിൽ ഒരു പ്രശ്നമില്ല. സോ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ഉത്തരം ക്ലിയർ കട്ടായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഐ ഡോണ്ട് നോ പറയാം. ബട്ട് ചില ഏരിയകളിൽ ഐ ഡോണ്ട് നോ എംബാരസിംഗ് മൊമെന്റ് ആവാറുണ്ട്. സപ്പോസ് നിങ്ങളുടെ ഫൈനൽ PG കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി, അഫ്സലെ നിങ്ങൾക്കൊക്കെ PG പ്രോജക്റ്റ് ഉള്ളതല്ലേ? അഖില, ആദില അല്ലേ? വേറൊരു ലേഡി ബോയ്സ് ഒക്കെ വന്നിട്ട് പ്രോജക്റ്റ് ഒക്കെ ഉള്ളതല്ലേ? പ്രോജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ? ഇല്ലേ? ഉണ്ട് സാർ. ഓക്കെ, ഉണ്ട്. ആ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ ഓരോ ചോദ്യങ്ങൾ വരികയാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ CV കംപ്ലീറ്റ് അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഒരു കരിയർ ഗ്രാഫ് ഫുൾ അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, സോ അന്നേരം നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം വന്നാൽ അവിടെ ഒരു ഐ ഡോണ്ട് നോ എന്ന് പറയുന്നത് ഒരു പരിധി വരെ എംബാരസിംഗ് മൊമെന്റ് ആണ്. സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, സോ അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുതരാൻ വരുന്നത്. നിങ്ങൾ ഇതുവരെ അക്കാഡമിക്കലി ചെയ്തു വന്നിട്ടുള്ള എന്തെങ്കിലും എക്സൽ ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു ഓവർവ്യൂ ചെയ്തിട്ട് വേണം പോയിരിക്കാൻ. കാരണം അല്ലാതെ വെളിയിൽ നിന്നൊരു കാര്യത്തിൽ ചോദിച്ച് ഐ ഡോണ്ട് നോ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ബട്ട് അല്ലാതെ നിങ്ങൾ ഭയങ്കര കോറായിട്ട് ഇറങ്ങി, പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വളരെ കോറായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന ഒരു സാധനമാണ്. ഓക്കെ, സോ അതിനെ പറ്റി ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ പറയുമ്പോഴത്തേക്കും വാട്ട് റിസർച്ച് യു ഹാവ് ഡൺ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരും. അതൊരു എംബാരസിംഗ് മൊമെന്റ് ആണ്. സോ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ഒരു പ്രോജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പക്ഷേ, ഇപ്പം ഞാനൊക്കെ എന്റെ PG ചെയ്തത് 2013 ഇപ്പം എന്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഐ ഡോണ്ട് നോ, ബട്ട് ഞാനൊരു ടെക്നിക്കൽ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഞാൻ പിന്നെ എടുത്ത് വായിക്കും. കാരണം എന്താണ്, കാരണം ഒരു 6 മാസം ഞങ്ങൾക്ക് ഒരു സബ്ജക്റ്റും ഇല്ലാതിരുന്ന് പഠിച്ച് ചെയ്ത് എക്സ്പെരിമെന്റ് നടത്തി ചെയ്തതാണ്. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ പിന്നെ വാട്ട് യു ഹാവ് ഡൺ ദെയർ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ഒരു തെറ്റും പറയല്ലോ. സോ അങ്ങനെ നമ്മൾ പേഴ്സണലൈസ് ആയിട്ട് കുറച്ച് ഡീപ് ഡൈവ് ഇറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും കൂടെ മറന്നു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ബട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. കാരണം അത് ജനറൽ സബ്ജക്റ്റ് അല്ല, സ്പെസിഫിക് സബ്ജക്റ്റ് ആണ്. സോ അങ്ങനെ നിങ്ങളിലേക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അത്യാവശ്യം നല്ലൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. പിന്നെ
ആ സ്പെസിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ നാടിനെ റിലേറ്റ് ചെയ്തേ ആവാം. ഉദാഹരണം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം, ഇത് ഇവിടെ വാഴക്കുളത്തുനിന്ന് വരുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റാ അല്ലേ? അല്ലേ? അതെ സാർ. അതെ. സോ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് വാഴക്കുളം പൈനാപ്പിൾ. സോ അന്നേരം നിങ്ങൾ അങ്ങനെ ഇന്റർവ്യൂ പോവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ ഒരു GI ടാഗ് കിട്ടിയ ഒരു സാധനമാണ്. എന്താണ് GI ടാഗ്? വേറെ ഏതൊക്കെ ഈ IPR പറ്റി നിങ്ങൾക്ക് അറിയാം? അങ്ങനത്തെ ചോദ്യങ്ങൾ. സോ നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട അഗ്രി അല്ലെങ്കിൽ സോയിൽ കൺസർവേഷൻ പോസിബിലിറ്റി ഉള്ള എന്തെങ്കിലും ഹോട്ട് ടോപ്പിക്കുകൾ, എസ്പെഷ്യലി അതുമല്ല ഫേമസ് ആയിട്ടുള്ള റീസെന്റ് എന്തെങ്കിലും വന്നിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കണം. അവിടെ പോയി ഒരു ഐ ഡോണ്ട് നോ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാം, പറഞ്ഞൂടാ എന്നല്ല പറയുന്നത്, അറിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോ തന്നെയാണ് നല്ല ആൻസർ. ബട്ട് ആ ഐ ഡോണ്ട് നോയ്ക്ക് ജനറൽ ഐ ഡോണ്ട് നോ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അവിടെ അവരൊരു പക്ഷെ നിങ്ങളെ പാനിക് ആക്കാൻ വേണ്ടി ചോദിച്ചില്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാക്കാം. ഇന്റർവ്യൂവിന്റെ അടുത്ത് ഒരു എംബാരസിങ് മൂമെന്റ് അല്ലെങ്കിൽ ഒരു എംബാരസിങ് ഫീൽ നിങ്ങൾക്കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അല്ലെങ്കിൽ ഇന്റർവ്യൂവർക്ക് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക, ഒരു നെഗറ്റീവ് വ്യൂഷിപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു പോസിബിലിറ്റിയാണ്. സോ നിങ്ങളിലെ കോർ ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള, അത് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു പേരാവാം. ഓക്കെ, ഉദാഹരണം പറയുമെങ്കിൽ ഇപ്പൊ ഒരാളുടെ പേര് ഹരിത എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഹരിത എന്ന പേരുള്ള ഹരിത കേരളത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്നൊരു ചോദ്യം വരാം. സോ നമ്മുടെ പേര്, നാട്, നമ്മുടെ സ്പെസിഫിക് ആയിട്ട് നമ്മളെ ഡിഗ്രികള്, അതിനെപ്പറ്റി നമ്മുടെ സറൗണ്ട് ചുറ്റുപാടിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ചേരാൻ ചാൻസ് ഉള്ള, സോ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റിയിലേക്ക് നമ്മൾക്ക് അതിനെപ്പറ്റി നമ്മൾ അവിടെയാണ് ഈ പേഴ്സണാലിറ്റി ചെക്ക് നടക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് വലിയ ഡിഗ്രി നേടി ചുറ്റുപാട് നടക്കുന്നതിനെ പറ്റി നോ ഐഡിയ, അറ്റ്ലീസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി പോലും നിങ്ങൾക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് അർത്ഥം എന്ന് ചോദിക്കും. സോ അത് ഉണ്ടാവാതിരിക്കും. സോ നിങ്ങളുടെ ചുറ്റുപാട് കണ്ണോടിച്ചിട്ട് അവിടെ റീസെന്റ് പത്രങ്ങളിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, അങ്ങനത്തെ ഉള്ളതിനെ പറ്റിയൊക്കെ ശ്രദ്ധിക്കണം. സോ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വായിൽ നിന്ന് ലീഡിങ് ആയിട്ട്, അതായത് അതിൽ പിടിച്ച് അവർക്ക് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ആൻസർ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, കാരണം അത് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്ത് ചെയിൻ ക്വസ്റ്റ്യൻസ് അത് ക്രിയേറ്റ് ചെയ്യും. ഒരു പക്ഷേ ആ ചെയിൻ ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല, നമ്മൾ ഐ ഡോണ്ട് നോ പറയുന്നത് കുഴപ്പമില്ല, ബട്ട് ആ ചെയിൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം സോയിൽ കൺസർവേഷൻ, നമുക്ക് വയനാട് നമ്മുടെ ചൂരമല കവളപ്പാറ എന്ന് പറയുന്ന സിറ്റുവേഷൻ എടുക്കാം. സോ അവിടെ ചോദിക്കുകയാണ്, ഞാൻ താണ്ടി ഇവിടെ ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ ആരുണ്ട് വെറുതെ തമാശിക്കാൻ ചോദിക്കുന്നത്, അമിതയുണ്ട്, ഓക്കെ, അജ്മലിനെയും നമ്മളെയൊക്കെ കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്, നിതിനുണ്ട്, നവീനുണ്ട്, ആരെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അക്ഷരയുണ്ട്. അക്ഷര ഞാൻ ചോദിക്കും, അക്ഷരയാണ് ഇന്റർവ്യൂ ആയിട്ടിരിക്കുന്നത്, ഇന്റർവ്യൂ ആയാണ് ഞാൻ ഇന്റർവ്യൂരാണ് ചോദിക്കുന്നത്, അക്ഷര അതാണ്ട് നിങ്ങൾ സോയിൽ കൺസർവേഷന് വേണ്ടി വന്നേക്കാണ്, ഓഫീസറിലേക്ക് വന്നേക്കാണ്. സോ അന്നേരം നിങ്ങൾക്ക് കവളപ്പാറ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഓക്കെ, സോ അങ്ങനെ പറയാമെങ്കിൽ അക്ഷരയ്ക്ക് വേണമെങ്കിൽ യെസ് പറയാം, നോ പറയാം. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിനെ കൊറാബറേറ്റ് ചെയ്തു പോകുന്ന സപ്പോർട്ടിങ് എവിഡൻസുകൾ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാനല്ല അഡ്വക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം വെറുതെ യെസ് സാർ അല്ലെങ്കിൽ നോ സാർ പറയാൻ, യെസ് പറഞ്ഞാൽ വൈ യു ഫീൽ സോ, നോ പറഞ്ഞാൽ അവിടെയും ചോദിക്കും വൈ യു സെഡ് സോ, അങ്ങനെ വരും. സോ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിനെ നമ്മൾ ആ രീതിയിൽ പറയാനുള്ള ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കണം. ഇത് ഞാൻ ഈ കവളപ്പാറ ഇഷ്യൂ തന്നെ ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. സോ ഞാനാണ് ഇന്റർവ്യൂവർ ആയിട്ടിരിക്കും. സോ എന്റെ അടുത്ത് ചോദിക്കുന്നത് വാട്ട് യു ഫീൽ സഞ്ജു, ഈസ് ഇറ്റ് എ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യെസ് എന്നാണ് പറയുന്നതെങ്കിൽ അന്നേരം സ്വാഭാവികമായിട്ട് അവർ ചോദ്യം വരും, അതെങ്ങനെ യെസ് വരും സഞ്ജു? കാരണം ഇതിന്റെ ഒറിജിനൽ ഫോക്കസ് ഏരിയയിൽ ഒരൊറ്റ മാൻമെയ്ഡ് ഡിസ്റ്റർബൻസസുകൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, അന്നേരം അവിടെ എങ്ങനെ ഇതിനൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിട്ട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ഡേറ്റ വെച്ചിട്ടാണ് നിങ്ങൾ യെസ് പറയുന്നതെന്ന് ചോദിക്കും. സോ നമ്മൾ അന്നേരം അവിടെ വെച്ച് നമുക്ക് അന്നേരം എന്താണ്, കാരണം അതിന്റെ ചുറ്റുപാടിൽ 200 മീറ്റർ ചുറ്റളവ് എന്ന് പറയുന്ന ഗവൺമെന്റ് പറയുന്നത് വെച്ചിട്ടുള്ള ഒന്നുമില്ല, നല്ല കൊടും കാടാണ്. ഓക്കെ, കാട്ടിനകത്തു നിന്നാണ് ഇത് വന്നേക്കുന്നത്. സോ അവിടെ വെച്ച് എനിക്ക് പറയാം നമ്മൾ ബബ്ബ അടിച്ചു, ബട്ട് അവിടെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. യെസ്, എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഓക്കെ, 5 minutes. ഓക്കെ, സോ കാരണം എന്താണ് അവിടെ എനിക്ക് പ്രൂവ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സാർ ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നേ പറഞ്ഞുള്ളൂ. ഐ നെവർ സെഡ് ദാറ്റ് ദിസ് ഹാപ്പൻ ഓൺലി ബിക്കോസ് ഓഫ് മാൻമെയ്ഡ്. കാരണം മാൻമെയ്ഡ് ആണെന്ന് പറയാം. കാരണം എന്താ, അവിടെ ഒരു മിനി ക്ലൗഡ് ബസ്റ്റ് ഉണ്ടായതാണ് കാരണം.
മിനി ക്ലൗഡ് ബസ്റ്റ് ഒരിക്കലും ഡീഫോറസ്റ്റേഷൻ വഴി ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെതർ ചേഞ്ച് കാരണം നമ്മൾക്കുണ്ടായ ഒരു സംഗതിയാണ്. ഓക്കെ, അത് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗിന്റെ ഇമ്പാക്ട് ആയിട്ട് സാധാരണ കൊങ്കൺ റെയിൽവേയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു നമ്മുടെ ഒരു മൺസൂൺ പാത്തി ഉണ്ട്, ട്രോ എന്ന് പറയും, മൺസൂൺ പാത്ത്. അതെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര തൊട്ട് കൊങ്കൺ വരെ വന്നിരിക്കുന്നിടത്താണ് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നത്. അത് കുറച്ചുകൂടെ സൗത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം വന്നു. അത് എന്തുകൊണ്ടുണ്ടായി? അതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് കാരണമാണ്. ആ ഗ്ലോബൽ വാർമിങ്ങിന്റെ റീസൺ ആരാണ്? നമ്മൾ മനുഷ്യരാണ്. സോ ഓഫ് കോഴ്സ് ദിസ് ഈസ് എ ഹ്യൂമൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ അവിടെ ഉണ്ടായതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഗ്ലോബൽ വാർമിംഗ് കാരണം ആ ക്ലൈമറ്റിന്റെ ആ മൺസൂൺ ട്രോ എന്ന് പറയുന്നത് സദനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ടാണ് ആ ഡിസാസ്റ്റർ ഉണ്ടായത്. സോ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മാൻ മെയ്ഡ് എന്ന് പറയാൻ പറ്റും. അതായത് ഇങ്ങനെ നമ്മൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വളരെ ചുരുങ്ങിയ കുറച്ച് സമയം കൂടെ ഉള്ളു. ഹലോ സുഹൃത്തുക്കളെ, ഓക്കെ. സോ അതായത് നിങ്ങളുടെ എന്ത് ആൻസർ ആണെങ്കിലും, യെസ് ആണെങ്കിൽ നോ ആണെങ്കിലും അതിനെ പറ്റി ക്ലിയർ ആയിട്ട് കൊടുക്കാനുള്ള ഉത്തരം വേണം. സോ ഇവിടെയാണ് ഞാൻ ഈ ലീഡിങ് ക്വസ്റ്റ്യൻ കൊടുക്കരുത്, ലീഡിങ് ആൻസർ പറയരുത് എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേണം എനിക്ക് അതിനകത്ത് ആഡ് ഓൺ പോയിന്റ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. ഏതാണ്? എനിക്ക് പറയാൻ പറ്റും ഇത് നമ്മുടെ എല്ലിന എഫക്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വർഷം. ഓക്കെ, വേണേ പറയാം എൽസോ എന്ന് പറയും, എന്തോ ഓക്കെ, എൻസോ, എല്ലിന സദേൺ ഓസിലേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, സോ ഈ എൻസോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതും ഇവിടത്തേക്കുള്ള എന്താണ് ക്ലൈമാറ്റിക് കണ്ടീഷനെ ബാധിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് ഒരു ആഡ് ഓൺ പോയിന്റ് കൊടുക്കാം. ബട്ട് അന്നേരം പിന്നെ അവർ വയ്ക്കും, എന്താണ് സുഹൃത്തെ എൻസോ, എല്ലിനെ എന്താണ്, ലാനിനെ എന്താണ്, ഇത് എന്തുകൊണ്ട് പസഫിക്കിൽ ഉണ്ടാവുന്നു, ഇത് എന്താണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്, ഇത് കാരണമുള്ള ഇമ്പാക്ട് എന്താണ്, ഇങ്ങനെ അഡീഷണൽ ക്വസ്റ്റ്യൻ വന്നിരിക്കും. സോ അന്നേരം എന്റെ ബുദ്ധിമുട്ടായിട്ടുള്ള എനിക്കറിയാം ഇതിനകത്ത് എൻസോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ മൈക്രോ ആയിട്ടെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിലും അവനെ അങ്ങ് സൗകര്യപൂർവ്വം അങ്ങ് മറക്കുന്നതാണ് നല്ലത്. കാരണം എന്താ? അത് ലീഡിങ് ആയിട്ടുള്ള അടുത്ത ചെയിൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. സോ ബട്ട് നമുക്ക് ഇവിടെ ക്ലിയർ കട്ട് ആയിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റുന്നുണ്ട്. നമുക്ക് പറയുന്ന ഹ്യൂമൻ മെയ്ഡ് അല്ലെങ്കിൽ എന്താണ് വെതർ കണ്ടീഷൻ ചേഞ്ച് ചെയ്യാനുള്ളത് അത് അല്ലെ പറഞ്ഞ മൺസൂൺ ട്രോ താഴേക്ക് ഇറങ്ങി വന്നത് ആണ് ക്ലൈമാറ്റിക് കണ്ടീഷൻ കാരണമാണ്. അത് ഹ്യൂമൻ മെയ്ഡ് ആണ്. ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഒരു ആൻസർ കൊടുക്കാനുണ്ട്. സോ അന്നേരം ആവശ്യമില്ലാതെ ആഡ് ഓൺ ആയിട്ടുള്ള അവർക്ക് നമ്മൾ അണ്ണാക്കിക്കൊണ്ട് തല കൊടുക്കുക എന്ന് പറയും. സോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലേക്ക് കൊണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഉത്തരം എന്താണെങ്കിലും അത് ക്ലിയർ കട്ട് ആയിട്ട് പറയണം. ആവശ്യമില്ലാത്ത അഡീഷണൽ യെസ് എനിക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടെ കൂടുതൽ അറിയാമെന്ന് പറഞ്ഞിട്ട് അഡീഷണൽ അവർക്കിട്ട് നമ്മുടെ തല കൈക്കൊണ്ട് കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. സോ ക്രിസ്പ് പ്രിസൈസ് ആൻസറുകളിൽ എപ്പോഴും വേണം. വല്ലാതെ ഞാനിപ്പോ നിങ്ങൾക്ക് ഇൻപുട്ട് തരുന്നതുകൊണ്ടാണ്, ഒരിക്കലും ഇൻക്ലൂഡിന്റെ അടുത്ത് ഇങ്ങനെ പറയത്തില്ല. ഓക്കെ, അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. ബ്രെവിറ്റി എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ക്ലിയർ ക്രിസ്പും പ്രിസൈസും ആയിട്ട് പറയുന്നതിനാണ് ബ്രെവിറ്റി ആൻസർ എന്ന് പറയുന്നത്. സോ ബ്രെവിറ്റി ആയിരിക്കണം എപ്പോഴും നല്ലൊരു ചോയ്സ്. അല്ലാതെ ഒന്നും നമുക്ക് കൂടുതൽ അറിയാന്ന് പറഞ്ഞാലും അത് കണക്ട് ചെയ്ത് ആവശ്യമില്ലാതെ ഒരു വെർബൽ ഡയറിക്ക് അവിടെ പോകരുത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. സോ അതുകൊണ്ട് അതാണ് എനിക്കിപ്പോ 2 മിനിറ്റ് കൂടെ എനിക്ക് റിമെയിൻ ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഫൈനലായിട്ട് പറയുകയാണ്, ഐ ഡോണ്ട് നോ, അറിയില്ലെങ്കിൽ പറയാം. ബട്ട് നിങ്ങളുടെ ചുറ്റുപാടുള്ള ജനറലി ഉള്ള നിങ്ങളുടെ പേര് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ കണക്റ്റിംഗ് എന്താണ് പ്ലേസുകൾ, സറൗണ്ടിങ്സ്, ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കണം. നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ ഒരു ചുറ്റുപാടിനെ പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ കൂടുതൽ ജനറൽ ഇന്റർവ്യൂവിന് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ ത്രൂ പേഴ്സണലായിട്ടിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കുന്ന സാധനങ്ങളുമാണ്. സോ അതുകൊണ്ട് ഇതിനകത്ത് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. സോ അതിനെപ്പറ്റി ഓർക്കുക. പിന്നെ ഐ ഡോണ്ട് നോ നമുക്ക് പറയുക, ബട്ട് മാക്സിമം പറയാതെ, ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫോക്കസ് വരുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് നോ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉത്തരം കൊടുക്കാൻ വേണ്ടി പറയുക. ഒരു നിവൃത്തിയിലേക്ക് ഐ ഡോണ്ട് നോ. ഓക്കെ, വേറെ വഴിയില്ല നമുക്ക്. ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ല വാർത്തകൾ കേൾക്കട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ പറ്റി ഒരു ഐഡിയ ആയിട്ട് വെച്ചേക്കുക. ഓക്കെ, അപ്പം നല്ല